ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വർണ്ണവിലയെക്കുറിച്ചിട്ടാണ്. അതിനെ സ്വാധീനിക്കുന്ന ആഗോള രാഷ്ട്രീയ അതുപോലെ തന്നെ സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ക്രൂഡ് ഓയിൽ വിപണിയെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന പശ്ചിമേഷ്യൻ സമാധാന നീക്കങ്ങൾ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള ചില ശുഭകരമായ വാർത്തകൾ ഓഹരി വിപണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഓഹരി വിപണിയെ ഉയർത്താനും സഹായിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ആഗോളതലത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കുകയും വില കുറയുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായതിന് കാരണം ഇതാണ്. എന്നാൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ഡോളറിന്റെ ചാഞ്ചാട്ടവും ശ്രദ്ധേയമാണ്. ഫെഡറൽ റിസർവും ട്രംപും ഇന്നലെ സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നതിൽ പിന്നിൽ അമേരിക്കയിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങൾ കൂടിയാണെന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റായ ട്രംപും അമേരിക്ക കേന്ദ്രീകരിച്ച ബക്കാറ ഫെഡറൽ റിസർവിന്റെ ചെയർമാനും തമ്മിലുള്ള പോര് ശക്തമായി തുടരുകയാണ്. ഡോളറിന്റെ മൂല്യം തുടർച്ചയായി കുറയുന്നത് ആഗോള വിപണിയിൽ പ്രകടനമാണ്. ഇതിന്റെ ഒരു പ്രധാന ഗുണഭോക്താവ് ഇന്ത്യൻ രൂപയാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. രൂപ മാത്രമല്ല, ലോകത്തിലെ പല കറൻസികളുടെയും മൂല്യവും വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡോളറിന്റെ മൂല്യം കുറയുകയും മറ്റ് കറൻസികളുടെ മൂല്യം കൂടുകയും ചെയ്യുമ്പോൾ സ്വർണ്ണവിലയിലെ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. കാരണം മറ്റ് കറൻസികൾ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാനും സാധിക്കും. എന്നാൽ ഇവിടെ നിർണായകമാകുന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ആണ്. പലിശ നിരക്കുകളിൽ എന്ത് മാറ്റം വരുത്തുന്നു എന്നതും അതുപോലെ തന്നെ ട്രംപിന്റെ അധികാരവും ഒരു പ്രധാന കാരണമാണ്. ഫെഡറൽ റിസർവ് സാധാരണയായി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്ത് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നാൽ സർക്കാരിന്റെ നിലപാട് അനുസരിച്ച് ബാങ്ക് പ്രവർത്തനം എന്നത് ട്രംപിന്റെ പക്ഷമാണ്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുമ്പോൾ സർക്കാരിന്റെ ഹിതം കൂടി പരിഗണിക്കുമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് സാധ്യമല്ലെന്നാണ് നിലവിലെ ഹെഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. ഈ അനിശ്ചിതാവസ്ഥകൾ ആഗോള സാമ്പത്തിക വിപണിയിലും സ്വർണ്ണവിലയിലെയും സ്വാധീനിക്കാൻ ഒരു സാധ്യതയായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 72,560 രൂപയാണ്. 1 ഗ്രാമിന് 9,070 രൂപയും ഉണ്ട്. 18 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 7,440 രൂപയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 116 എന്ന രൂപയിൽ തുടരുകയാണ്. രാജ്യാന്തര വിപണിയിലെ സ്വർണം, അതുപോലെ തന്നെ ഡോളർ, ക്രൂഡ് ഓയിൽ, രാജ്യാന്തര സ്വർണ്ണവില എന്നിവയെല്ലാം ഒരു ഔൺസിന് 3,338 ഡോളറിലെത്തിയിട്ടുണ്ട്. ഇത് ബുധനാഴ്ചത്തെ വിലയേക്കാൾ അല്പം ഉയർന്ന നിലയിലാണ്. അതേസമയം ക്രൂഡ് ഓയിൽ വിലയിൽ വിദഗ്ധർ ഡോളറിന്റെ മൂല്യത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുമുണ്ട്. 97.46 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക നിൽക്കുന്നത്. ഇന്ത്യൻ രൂപ 85.85 എന്ന നിരക്കിലേക്കും ശക്തിപ്പെട്ടിട്ടുണ്ട്. പൊതുവായ ഒരു സാമ്പത്തിക തത്വമനുസരിച്ച് മറ്റു കറൻസികൾക്ക് മൂല്യം വർദ്ധിക്കുകയും ഡോളറിന് മൂല്യം കുറയുകയും ചെയ്താൽ സ്വർണ്ണവില ഇനിയും ഉയരും. കാരണം ഡോളർ ദുർബലപ്പെടുമ്പോൾ ഡോളർ അല്ലാത്ത കറൻസികൾ ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാനും സാധിക്കുന്നു. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില കൂടാൻ കാരണമാവുകയും ചെയ്യും. തിരിച്ചും സംഭവിക്കാം എന്നത് മറ്റൊരു കാര്യമാണ്. ഡോളർ ശക്തിപ്പെട്ടാൽ സ്വർണ്ണവില കുറയുകയും ചെയ്യും. ക്രൂഡ് ഓയിൽ വില നിലവിൽ ഒരു ബാരലിന് $68 എന്ന നിരക്കിൽ തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന വേളയിൽ ഇത് $70 വരെ എത്തുകയും ചെയ്യും. അതിനുശേഷം കുറയുകയും ചെയ്യും. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി പഴയ നിലയിലായാൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാനും സാധ്യതയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ വൈകാതെ പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയും ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വില കുറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത് അവരുടെ ഇറക്കുമതി ബില്ലുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ലാഭവും നഷ്ടവും 24 ക്യാരറ്റ് ശുദ്ധമായ സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് വില ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വലിയ നഷ്ടം ഉണ്ടാവില്ല. എന്നാൽ 22 ക്യാരറ്റിന് 18 ക്യാരറ്റ് പോലുള്ള ആഭരണങ്ങൾ വിൽക്കുമ്പോൾ പണിക്കൂലിയിലും മറ്റു ചിലവും കുറയുകയും അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തരം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് നഷ്ടമാണ് എന്ന് പറയാനുള്ളൊരു കാരണം, സ്വർണത്തിന് സമീപകാലത്ത് അത്ഭുതപൂർവമായ ഒരു രീതിയിൽ ചില വർധനവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ ക്യാരറ്റിനുള്ള 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതായി ജ്വല്ലറി ജീവനക്കാർ പറയുന്നുണ്ട്. പല ജ്വല്ലറികളിലും ഇപ്പോഴും ഈ വിഭാഗം കൗണ്ടറുകളും പോലും സജീവമാണ്. സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ കുറഞ്ഞ വിലയിൽ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആകർഷകമായ ഓപ്ഷൻ കൂടിയാണ്.
ഇന്ന് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഒരു പവന് 70,000 രൂപ മുതൽ 71,000 രൂപ വരെ ലഭിക്കുമെന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇത് ഓരോ ജ്വല്ലറിയുടെയും നയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന്റെ പുതിയ വില $3,328 ഡോളർ സൂചിക 97 എന്ന നിലയിലുമാണ് തുടരുന്നത്. ഇന്ത്യൻ രൂപ 85.94 എന്ന നിലയിലേക്ക് കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $68 വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ്. ആഗോള ഓഹരി വിപണികളും ഇന്ന് മുന്നേറ്റത്തിലാണ്. ഈ ഘട്ടത്തിലെല്ലാം സ്വർണ്ണ വിപണിയെയും സാമ്പത്തിക മേഖലയെയും നിരന്തരം സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.